ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷെബീജ്. ഞാൻ പെരുന്തൽമണ്ണ വരുന്നത്. ഞാൻ 2018 മുതൽ എനിക്ക് നല്ലപോലെയുള്ള മൈഗ്രൈൻ. അതിൻ്റെ ചികിത്സയായിട്ട് ഞാൻ കുറേ ഇംഗ്ലീഷ് ഒപ്പങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ തന്നെയാണ്. കുറേ ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, കുറേ സ്കാൻ ചെയ്തു, ബ്രെയിന് CT സ്കാൻ, MRI. പക്ഷെ കുറവ് ഇടക്ക് വരും, പിന്നെയും വരും, ഇടക്ക് പോകും, പിന്നെയും വരും. അതൊരു ഇടയ്ക്ക് 6 മാസം ഗ്യാപ്പ് കിട്ടും. പക്ഷെ പിന്നെയും അത് കൊണ്ടേയിരിക്കാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ സാറിനടുത്ത് പോകുന്ന ആദ്യ സെറ്റിങ് രണ്ടാം സെറ്റിങ് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ആശ്വാസം കിട്ടി. അതുപോലെ തന്നെ സിംറ്റംസ് വരാനുള്ള ശ്രദ്ധിക്കുന്നില്ല. നല്ലപോലെ കുറവുണ്ട്. 1.5 മാസമായിട്ട് മൈഗ്രൈൻ വന്നിട്ടില്ല. മൈഗ്രെയിൻ വന്നാൽ നമ്മൾ സാധാരണ അന്വേഷിക്കുന്നത് തലവേദനയ്ക്കുള്ള ചികിത്സയല്ല. പക്ഷെ ചിലപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വേദനയ്ക്ക് പിന്നിൽ മറ്റൊരു വേദനയുണ്ടോ? അപ്പോൾ അടുത്തിടെ മൈഗ്രെയിനുമായിട്ട് വന്ന ഒരാളുടെ ഒരു വോയിസാണ് നിങ്ങൾക്ക് കേട്ടത്. വളരെ കാലമായി അദ്ദേഹം ഈ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ പല ചികിത്സകളും പല ടെസ്റ്റുകളൊക്കെ ചെയ്തു, ആവശ്യമായ പരിശോധനകളൊക്കെ നടത്തി. എന്നിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ആശ്വാസം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം സംഭവിച്ചത്. അദ്ദേഹം ഒരു കമ്പനിയിൽ ഉത്തരവാദിത്തപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു ജീവനക്കാരൻ്റെ ആ ഒരു സ്ട്രെസ് ഒന്ന് ആലോചിക്കുന്നത്, നമ്മൾ ടാർഗറ്റ് പൂർത്തിയാക്കേണ്ടി വരാം, സ്റ്റാഫിനെ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരും, കസ്റ്റമറുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കണം, മേലധികാരികളുടെ പ്രതീക്ഷകൾ നിറവേറ്റണം, അതുപോലെ തീരുമാനങ്ങൾ വ്യക്തമാക്കിയെടുക്കണം. ഇപ്പോൾ സ്വന്തം വിഷയങ്ങൾ പുറത്ത് പറയാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷൻ. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാലും ശരീരം വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ മാസത്തിൽ പോയി ഓഫീസിലെ പ്രശ്നങ്ങളിലായിരിക്കും. നാളെ ഉണ്ടാകും, ടാർഗറ്റ് എത്തുന്നു, ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു, എല്ലാം ഇങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള മനസ്സ് നിരന്തരം സമ്മർദ്ദത്തിലായിരുന്നു. ഉറക്കം, വിശ്രമം, ഭക്ഷണക്രമം, ശരീരത്തിലുള്ള പിരിമുറക്കം തുടങ്ങിയ പല കാര്യങ്ങളും ബാധിക്കാം. ചില ആളുകൾ സ്ട്രെസ് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുകയോ നിലവിലുള്ള മൈഗ്രെയിൻ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഒരു ലക്ഷണം മാത്രം നോക്കാതെ ചോദിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് അദ്ദേഹത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ശരീരം പറയുന്ന വേദനയ്ക്കൊപ്പം മനസ്സിലൂടെ കടന്നു പോകുന്ന സമ്മർദ്ദങ്ങളും വിവിധ സാഹചര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിന് വേണ്ടുന്ന റിലാക്സ് എന്താണോ ചെയ്യുന്നത്, എവിടെയാണോ അദ്ദേഹം സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രോപ്പറായിട്ടുള്ള ചാനലിൽ കൃത്യമായിട്ട് എനർജി കടത്തിവിടുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏതൊരാളുടെയും ഏത് രോഗം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ വർഷങ്ങളോളമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യാത്ര ചെയ്യാനോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. അദ്ദേഹം വരുമ്പോൾ അവരും അദ്ദേഹത്തിൻ്റെ അങ്ങനെ എത്രത്തോളം യാത്ര പറയുന്നത് ഇത് ലംബർ പങ്ക്ചറായിരിക്കും. ഞാൻ 12 ദിവസം നട്ടലിൻ്റെ ഇത് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാനൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ലംബാർ പങ്ക്ചർ അല്ലെങ്കിൽ സ്പൈനൽ ടാപ്പായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നെ നമ്മുടെ നട്ടലിൽ ബ്രെയിൻ തമ്മിലുള്ള ഫങ്ഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പോലത്തെ ഇത് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് ടെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും അറിയാം. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്.
പക്ഷെ യഥാർത്ഥത്തിലുള്ള ആ ഒരു റൂട്ട് കോസ് മനസ്സിലാവാത്തത് കൊണ്ട് അവരെപ്പോഴും പല ആളുകളും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല മാത്രമല്ല ശരീരത്തിലെ റൂട്ട് കോസിനെ ചികിത്സിക്കുന്നത് കൊണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൂടും അവർക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.